ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. അതായത് ശനിയാഴ്ച വൈകുന്നേരത്തെ വീഡിയോ. എല്ലായിടത്തും നല്ല മഴയാണ്. ഇവിടെ അത് തന്നെ കേട്ടോ, നല്ല മഴയാണ്. തലേ ദിവസം രാത്രി തുടങ്ങിയ മഴയാണ്, ഇതുവരെ നിന്നിട്ടില്ല. അപ്പം ഞാൻ ഈ മഴയത്ത് കുടം പിടിച്ച് എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ കുറച്ച് പനിക്കൂർക്കയും തുളസിയുടെ ഇലയൊക്കെ പൊട്ടിക്കാനായിട്ടാണ്. എൻ്റെ 2 പിള്ളേർക്കും വയ്യ. ഒരാൾക്ക് തൊണ്ടി വീക്കം, മംസ് എന്നൊക്കെ പറയില്ലേ, വാവച്ചിക്ക് അതാണ് കേട്ടോ. അല്ലൂസിന് നല്ല പനിയും, വാവച്ചിക്കും പനി ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാൾക്കും തൊണ്ടവേദനയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ചുക്ക് കാപ്പി വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പനിക്കൂർക്കയും തുളസിയുടെ ഇലയൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നു കേട്ടോ. അങ്ങനെ 2 പേരെയും കുളിപ്പിച്ചു. വാവച്ചിക്ക് ഈ അസുഖം വ്യാഴാഴ്ച തുടങ്ങിയതാണ് കേട്ടോ. അതായത് വ്യാഴാഴ്ച അല്ല, ബുധനാഴ്ച അവൾ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെൻസിൽ കൊണ്ടുവന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വ്യാഴാഴ്ച രാവിലെ നോക്കുമ്പോൾ അത് കുറച്ച് വീർത്തിട്ടുണ്ടായിരുന്നു ലെഫ്റ്റ് സൈഡ്. അങ്ങനെ സ്കൂളിലേക്ക് വിട്ടില്ല കേട്ടോ. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോക്കിയിട്ട് വീർമത കുറവില്ലെങ്കിൽ അവളെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം തന്നെയാണ് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അന്ന് വൈകുന്നേരം, അതായത് വ്യാഴാഴ്ച വൈകുന്നേരം അവൾക്ക് നല്ല വേദനയായിരുന്നു. അങ്ങനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ഡോക്ടർ പറഞ്ഞു കുറച്ച് ദിവസം സ്കൂളിലേക്ക് വിടണ്ട. അങ്ങനെ ഞാൻ മിസ്സിനെ വിളിച്ച് പറഞ്ഞപ്പോൾ മിസ്സ് പറഞ്ഞു 2 ആഴ്ച വിടണ്ട, അതിന് എക്സാമിന് വിട്ടാൽ മതി എന്നാണ് പറഞ്ഞിരിക്കണം. അതായത് ഇതൊരു 6 ഡേയ്സ് കഴിഞ്ഞാലാണ് ഇത്ര പിള്ളേർക്ക് ഇത് സ്പ്രെഡ് ആവണത്. അപ്പോൾ പിന്നെ സ്കൂളിലെ പിള്ളേർക്കും വരുമല്ലോ, അതുകൊണ്ട് സ്കൂളിലേക്ക് വിടാറില്ല കേട്ടോ. ഇപ്പോൾ 2-3 ദിവസമായി തുടങ്ങിയിട്ട്. അങ്ങനെ പിള്ളേരെ കുളിപ്പിച്ച് കഴിഞ്ഞ് മുടിയൊക്കെ കെട്ടി സെറ്റാക്കി കൊടുത്തിട്ട്, എൻ്റെ വാവച്ചിട്ട് മുഖം കണ്ടില്ലേ നിങ്ങൾ, നന്നായിട്ട് വീർത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പണ്ടത്തെ ഒരു ആചാരം അത്ര, അന്ന് സ്വർണ്ണമാല ഒന്നും ഇല്ലല്ലോ. ഇപ്പോൾ സ്വർണ്ണമാല ഇടുന്ന പിള്ളേർക്ക് ഇങ്ങനെ വരില്ല എന്നൊക്കെയാണ് അമ്മ പറയണേ. പണ്ട് സ്വർണ്ണമാല ഇല്ലാത്തത് കൊണ്ട് തന്നെ ചിരട്ട കെട്ടിത്തൂക്കുകയാണ് ഇത്ര ചെയ്യുക. അപ്പോൾ പിന്നെ അതും ചെയ്തു കേട്ടോ, അങ്ങനെയെങ്കിലും മാറിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. അത്ര വേഗം ഞങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി വിളിച്ചിട്ട് പിള്ളേർക്ക് എങ്ങനെയുണ്ട്, കുറവുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവളും വന്നിട്ട് എൻ്റെ കൂടെ. അങ്ങനെ മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് ഞാൻ കുളിക്കാൻ വേണ്ടി പോയിട്ടാ. പിള്ളേരുടെ കയ്യിൽ ഫോൺ കൊടുത്തു. അച്ഛനുണ്ട് താഴത്ത് ടിവിയും വെച്ചുകൊണ്ട് അവരവിടെ ഇരുന്നു കേട്ടാ. ഞാൻ ഇനി കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ചുക്ക് കാപ്പി വെച്ച് കൊടുക്കാനായിട്ടാ. അങ്ങനെ ഞാൻ കുളിക്കാൻ പോയി വന്നു. അങ്ങനെ നേരെ കുളി കഴിഞ്ഞ് വന്ന് അടുക്കളയിലേക്കാണ് കേട്ടോ പോയത്, പിള്ളേർക്ക് ചുക്ക് കാപ്പി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്നെ സഹായിക്കാനായിട്ട് 2 ആളും അടുക്കളയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫോൺ എടുത്തും ഇഞ്ചി ചതച്ച് തന്നും ഒക്കെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചുക്ക് കാപ്പിയൊക്കെ വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് ചുക്ക് കാപ്പി കുടിക്കാനിരുന്നു കേട്ടോ. ഒരു ചായ കൂടി വൈകുന്നേരം കഴിഞ്ഞതാണ്. പിന്നെ ഇങ്ങനെ പിള്ളേർക്ക് തൊണ്ടവേദന എന്ന് പറഞ്ഞപ്പോഴാണ് ഇത് വെച്ച് കൊടുത്തത്. അങ്ങനെ ഇതൊക്കെ ഇട്ട് ശർക്കര തിരഞ്ഞപ്പോൾ ശർക്കര കിട്ടിയില്ല ഗൈസ്. അങ്ങനെ ഞാൻ പഞ്ചസാര ഇട്ട് ചുക്ക് കാപ്പി വെച്ചു കേട്ടോ. ഒരാൾക്ക് എരിവാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കുടിച്ചോളേ. അതിനിടയിൽ ചേട്ടനും പണി മാറ്റി വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് പകുതി ചായ, അതായത് കാപ്പി, ഞാൻ ചേട്ടനും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ്റെ വീട്ടിൽ, അതായത് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഒരു അമ്പലത്തേക്ക് പോയിട്ട് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന അടയുണ്ടല്ലോ, അത് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കാപ്പിയും കുടിച്ചിട്ട് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളെ റൂമിലേക്കാണ് കേട്ടോ, പിള്ളേരെ പഠിപ്പിക്കാനായിട്ട്. അല്ലൂസിന് അത് കറക്റ്റ് രീതിയിൽ പഠിപ്പിച്ച് പോയില്ലെങ്കിൽ ഫസ്റ്റ് എടുത്തത് മുതൽ അവസാനം എടുത്തത് വരെ പഠിപ്പിച്ച്